വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഗുരുവായൂർ അമ്പലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം പുലർച്ചെ 2:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗുരുവായൂർ പോകുന്നുണ്ട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മേനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ഇന്നലെ വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും റെഡി ആയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു 2:45 ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇത്ര നേരത്തെ എന്താ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന് അവിടെ ഒരു ശയന പ്രദക്ഷിണമുണ്ട്. അപ്പോൾ തിരക്ക് കൂടിനെക്കാട്ടി മുന്നേ പോയി വരാമല്ലോ എന്നുള്ള ധാരണയിലാണ് ഇത്ര നേരത്തെ നമ്മൾ പോകുന്നത്. അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ കേട്ടോ, നമ്മൾ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 2:45 ഇറങ്ങിയിട്ട് അവിടെ ഒരു 3:30 ആകുമ്പോഴത്തേനും നമുക്ക് എത്താൻ പറ്റി. അപ്പോൾ ആദ്യം ധ്രുവൂട്ടം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു. പിന്നെ പുറത്തായാലും ഇരുട്ടല്ലേ കാണുന്നുള്ളൂ. പിന്നെ വണ്ടിയാൾ പോകുന്ന ആ വെളിച്ചം അത് മാത്രമേ അവന് കാണുന്നുള്ളൂ. അപ്പോൾ തന്നെ അവൻ കിടന്നുറങ്ങി. പിന്നെ അവൻ ഗുരുവായൂർ എത്തിയതിന് ശേഷം കേട്ടോ എഴുന്നേൽക്കുന്നത്. പുലർച്ചെ സമയമാണെങ്കിലും നല്ല വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3:30 ആകുമ്പോൾ ഗുരുവായൂരെത്തി. അപ്പോൾ ഇതാ അങ്ങോട്ട് നടക്കുകയാണ് നമ്മൾ കേട്ടോ. അപ്പോൾ തിരക്ക് നല്ല ഇങ്ങനെ ഗുരുവായൂർ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. നല്ല തിരക്ക് കുറഞ്ഞ ആൾക്കാരൊക്കെ വരണൊക്കെ ആയിട്ടേ ഉള്ളൂ. അത്ര നേരത്തെയല്ല നമ്മൾ പോയതും. അങ്ങനെ നമ്മൾ ആദ്യം നമ്മളെ ബാഗും ഫോണും ഒക്കെ അവിടെ കൊടുത്തു. പിന്നെ തിരിച്ചു വന്നുള്ള വീഡിയോസ് ആട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പ്രദക്ഷിണം ഏട്ടൻ ചെയ്യാൻ പറ്റി, നല്ല പോലെ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ തുഴലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വീഡിയോ ആട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറില്ല, ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 20 മിനിറ്റോളം നട അടച്ചിടുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ നമ്മൾ ക്യൂ നിൽക്കണം. അപ്പോൾ റൂട്ടിനായിട്ട് ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പോസിബിൾ അല്ലാത്ത കാര്യമാണ്. കാരണം ഉറക്കമൊന്നും ലെവലാവാത്തതുകൊണ്ട് അവൻ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോവുക ചെയ്തത്. ആൾക്കാണെങ്കിൽ നല്ല ഉറക്കമുണ്ട്, പക്ഷെ നല്ലപോലെ ഒന്നും ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു വാശി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്ത്. അതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഞാനും ഏട്ടനും കൂടി മാത്രം വന്നിട്ട് ഉള്ളിലൊക്കെ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തൊഴാൻ നിന്നില്ല, അവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വന്നു. തിരിച്ചു വരുമ്പോൾ പിന്നെ എന്തായാലും അറിയാമല്ലോ, റൂട്ടിന് കളിപ്പാട്ടൊക്കെ വാങ്ങിയിട്ടാട്ടോ നമ്മൾ തിരിച്ച് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നടന്നു. നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ 4:45 സമയം. അപ്പം നമ്മളവിടെ ഫുള്ളൊന്ന് റൗണ്ട് അടിച്ചു. പപ്പടമൊക്കെ വാങ്ങിയിട്ടോ. അവിടുത്തെ പപ്പടം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഞങ്ങൾ പപ്പടമൊക്കെ വാങ്ങി. ഇത് പുറത്ത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ എടുത്തൊരു ഇതാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അപ്പോൾ നല്ല ഇരുട്ടാണ്, വെളിച്ചമായിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തിരിച്ചു പോരുകയാണ്. പുറത്തേക്ക് നോക്കുകയാണെങ്കിലും വെളിച്ചം വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ കാറ്റൊക്കെ വീശി ധ്രുവട്ടം വേഗം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വരുന്ന വഴി തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാട്ടോ വന്നത്.